ഹായ് ഓൾ, ഒരു വ്യത്യസ്തമായ രീതിയിൽ നമുക്കിന്ന് ഭിണ്ടി ആലു തയ്യാറാക്കി എടുക്കാം. ഇത് ചപ്പാത്തി, റൊട്ടി, പൂരിക്കൊപ്പം നല്ലൊരു കോമ്പിനേഷനും ലഞ്ച് ബോക്സിലേക്ക് നല്ലൊരു സൈഡ് ഡിഷുമാണ്. അതിനുവേണ്ടി ഞാനിന്ന് 200 ഗ്രാം വെണ്ടയ്ക്ക അത് നടുവേ കീറിയിട്ട് സ്ലിറ്റ് ചെയ്തിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ. ആ സമയത്ത് നമുക്ക് 3 ടേബിൾ സ്പൂൺ നിലക്കടലയും 1.5 ടേബിൾ സ്പൂൺ കടലമാവും ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. ആ സമയത്തേക്ക് വെണ്ടയ്ക്ക ഇവിടെ കുക്കായി കഴിഞ്ഞു. ഇവിടെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി ഈ വെണ്ടയ്ക്ക മാറ്റിയിട്ട് ഇതേ പാനിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് 80% കുക്ക് ചെയ്തെടുക്കുക. അതും ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നിലക്കടല ആറിയതിന് ശേഷം അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് പൾസ് മോഡിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒരുപാട് പൊടിക്കരുത്, ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി പാനിലേക്ക് ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ജീരകം, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. അത് വലിയ ഉള്ളിയും ലോങ് ആയിട്ട് കട്ട് ചെയ്തതും ചേർത്ത് നന്നായിട്ട് വഴറ്റി അതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളും ഉപ്പും ചേർത്ത് ആംചൂർ പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആംചൂർ പൗഡർ ചേർക്കാതിരിക്കരുത്. അതില്ലെങ്കിൽ നാരങ്ങാനീര് ചേർത്താലും മതി. പക്ഷേ അതിപ്പോഴല്ല, ഫൈനൽ സ്റ്റെപ്പിൽ വേണം അത് ചെയ്യാൻ. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം. ഇതിലേക്ക് എല്ലാ മസാലപ്പൊടികളും ചേർത്തതിന് ശേഷം നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കടലമാവും ക്രഷ്ഡ് പീനട്ടും ചേർത്ത് മൂടി വെച്ച് 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. കഴിഞ്ഞ പരിപാടി. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്